നമ്മൾ ടൈപ്പിൽ പലപ്പോഴും UK സ്കൂളിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ കുട്ടികളുടെ കൺസേൺ അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് ജയറാമാണ്. അപ്പോൾ ജയറാം UK പഠിച്ചിട്ടുണ്ട്, നാട്ടിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ജയറാം നാട്ടിൽ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്, UK ചെയ്തിട്ടുണ്ട്. അപ്പോൾ UK ഇപ്പോൾ ഏത് ഇയറിലാണ് പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ, ഇയർ 7 ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ നാട്ടിൽ എത്ര വർഷമാണ് പഠിച്ചത്? നാട്ടിൽ ഞാൻ 2 വർഷം. 2 വർഷം. അപ്പോൾ അത് ഏത് സ്റ്റാൻഡേർഡിലായിരുന്നു? അല്ല 2 അല്ല 3. ഓക്കെ. ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിച്ചത്? ഞാൻ 2, 3, 4. എന്നിട്ട് ഇവിടെ ഒരു കുറച്ചുകൂടെ ഒരു 2-3 മന്ത്സ് 4 ചെയ്തു. എന്നിട്ട് 5, 6, 7 ഇവിടെ ചെയ്തതാണ്. അപ്പോൾ എന്താണ് ജയറാമിന് ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, അതായത് നാട്ടിന്റെയും ഇവിടത്തെയും സ്കൂൾ ലൈഫ് വെച്ച് നോക്കുമ്പോൾ? എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടെ അവര് പണിഷ് ചെയ്യും നമ്മളെന്തെങ്കിലും കുഞ്ഞായിട്ട് ചെയ്താൽ. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഫോർഗിവിങ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് അവര് വിടും. ഓക്കെ. ഉദാഹരണം പറയുകയാണെങ്കിൽ പണിഷ്മെന്റ് എന്ത് പണിഷ്മെന്റ് ആണ്? ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മള് സ്റ്റേഷനറി കൊണ്ടുവന്നില്ല എന്ന് വെച്ചോ, അവര് അതിനു വേണ്ടി നമ്മളെ കുറെ വഴക്കുറയും. പക്ഷെ ഇവിടെ ആണെങ്കിൽ അവര് സ്കൂളിൽ തന്നെ സ്റ്റേഷനറി തരും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഞാൻ സെക്കൻഡറി സ്കൂളിൽ ആയപ്പോ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് തന്നെ വെക്കണം. പക്ഷെ അന്നൊക്കെ ആയിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഓർമ്മ വരില്ല പാക്ക് ചെയ്ത് വെക്കാൻ. മനസ്സിലായി. പക്ഷെ അവിടെ ടീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും അല്ലേ? ഇവിടെയൊക്കെ ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യും. എന്റെ ആദ്യത്തെ ദിവസം ഇവിടെ നാട്ടിലെന്ന് വെച്ചാ അവിടെ ഞാൻ ആദ്യത്തെ ദിവസം എനിക്ക് ബുക്കൊന്നും ഇല്ല, എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ആദ്യത്തെ ക്ലാസ്സിലേക്ക് ചെന്നു. ജിയോഗ്രഫി ആയിരുന്നു. അവര് കുറച്ച് അത്ര നല്ല ടീച്ചർ ആയിരുന്നില്ല. അത് എന്താണെന്ന് അറിയില്ല, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ, കുറച്ച് റൂഡായിരുന്നു എന്ന് പറയാം. പക്ഷെ അവരെന്റെ റോങ് ക്ലാസ്സിലേക്ക് കയറ്റി. അപ്പൊ ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് ആ ടീച്ചറിനെ ഒന്നുകൂടെ ഉണ്ടായി. പക്ഷെ അതിനു മുമ്പ് ഒരു ഹിന്ദി ക്ലാസ് ഉണ്ടായി. അതില് ഒരു കൊച്ച് സ്വന്തം വർക്കിങ്ങിനെ മാർക്ക് ചെയ്യായിരുന്നു. എല്ലാം ചുമ്മാ ടിക്കറ്റ് തോറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോപ്പി പോലത്തെ ഒരു റൂളർ ഉണ്ടല്ലോ, അത് കയ്യിലിട്ട് അങ്ങ് അടിച്ചു ടീച്ചർ. അത് കുറച്ചിങ്ങനെ പേടിച്ചു. മനസ്സിലായി. അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കണ്ടപ്പോൾ ഭയങ്കര റൂഡായിട്ട് തോന്നി. അതെ, മനസ്സിലായി. ശരിയാണ്. അത് മാത്രമല്ല, ഇവിടുന്ന് ഫോണിക്സ് ഒക്കെ പഠിച്ചു, അല്ലെങ്കിൽ ഇവിടത്തെ കുഞ്ഞിലുള്ളൊരു പാറ്റേൺ പഠിച്ചിട്ട് നാട്ടിൽ പോയപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് തോന്നിയില്ലേ? എങ്ങനെയാണ് കോപ്പ് ചെയ്തത് മോൻ? എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടെ ഹാർഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യും സ്കൂളിൽ. നമ്മൾ ഒരു ബുക്ക് ഫോർഗെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഇവിടെയാണോ ഹോംവർക്സ് കൂടുതൽ അതോ നാട്ടിലാണോ കൂടുതൽ? ശരിക്കും പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആണ്. പക്ഷെ അവിടുത്തെ ആയിരുന്നു കുറച്ചുകൂടെ ഹാർഡർ. കാരണം എനിക്ക് ഹിന്ദി ഒന്നും എനിക്കത്ര പഠിച്ചിട്ട് എനിക്കൊന്നും ഫോക്കസ് ചെയ്യണില്ല ക്ലാസ്സിൽ. അപ്പൊ ഞാനത് അത്ര പഠിച്ചിട്ടില്ല, എനിക്കതൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ്, അതായത് സ്കൂൾ വൈസ് നോക്കുമ്പോഴേ ഇപ്പോൾ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് ഒക്കെ സെയിം ആണോ നാട്ടിലെ ഇവിടുത്തെ? അതായത് ഫുൾ ടൈം സ്റ്റഡി ഓറിയന്റഡ് ആണോ, അതോ അവിടെയും മീൻസ് നാട്ടിലാണോ ഫുൾ ടൈം സ്റ്റഡി ഓറിയന്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ, അതോ ഇവിടെ കുറച്ചുകൂടെ നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഇവിടുത്താണെന്ന് തോന്നുന്നു അങ്ങനെ സ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ. കാരണം അവർക്ക് നമ്മൾ അത്ര ഹാർഷ് ട്രീറ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അതായത് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് പണിഷ് ചെയ്യണതിന് പകരം അവർ ഫിക്സ് ചെയ്യാൻ നോക്കും. അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കും. മനസ്സിലായി. മാത്രമല്ല ഇവിടെ ഈ പറഞ്ഞ പോലെ ഡിറ്റൻഷൻ പരിപാടികളുണ്ടല്ലോ, ഇവിടുത്തെ ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫൈറ്റിലേക്ക് കയറിയെന്ന് വെച്ചോ. അപ്പൊ നമുക്കൊരു മണിക്കൂർ ഡിറ്റൻഷൻ, നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു റൂമിലേക്ക് ചെല്ലും. അവിടെ ടീച്ചർ ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ തരും സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ അവിടെ ഇരിക്കും. പക്ഷെ ഇവിടെ നാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നാട്ടിൽ ചുമ്മാ സ്ട്രെയിറ്റ് പണിഷ്മെന്റ് അങ്ങനെ. ശരി, മനസ്സിലായി. പിന്നെ ഞാൻ ചോദിക്കാൻ വന്നത്, നമുക്ക് ഇവിടെ ഔട്ട്സൈഡ് ആക്ടിവിറ്റീസ് വരില്ലേ സ്കൂളിൽ നിന്ന്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഇപ്പം സ്കൂളുമായിട്ട് ഇവിടെ ഞാൻ ചെയ്യണ ഇപ്പൊ ക്രിക്കറ്റ് സ്കൂളുണ്ട്, അപ്പൊ അത് ചെയ്യും. അതല്ലാതെ ഞാൻ നാട്ടിലത്തെ സ്കൂളിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. സ്പോർട്സിനൊന്നും ഞാൻ ഇപ്പൊ സ്പോർട്സ് ഒക്കെ ശരിക്കും പറഞ്ഞ ഉണ്ടായിരുന്നു. വലിയ സ്ഥലം ഉണ്ടായത്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് സ്വിമ്മിംഗ് ക്ലാസ്സിന്.
അപ്പൊ അത് അത്രയൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സ്പോർട്സ് എക്വിപ്മെന്റ് ഉണ്ട്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഞാൻ സ്പോർട്സ് സ്കൂളിലാണ് പോണത്. അപ്പൊ അവിടെ കുറച്ചുകൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യും സ്പോർട്സിനൊക്കെ. മനസ്സിലായി. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് എങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ ആണ് കൂടുതൽ ഫ്രണ്ട്സ് എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോ നാട്ടില് 1-2 ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് കൂടുതൽ ഫ്രണ്ട്സ് വരാത്തെന്ന് തോന്നിയിട്ടുണ്ട്? എന്താണ് നമുക്ക് അവിടെ ഉള്ളവരായിട്ട് കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ? ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് അവിടെ പോയതല്ലേ. അപ്പൊ അതൊരു ഡിഫറൻസ്, ഒരു അൺഈക്വൽ പോലെ അവിടെ തോന്നിയിട്ട് ഞാൻ അവരെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ ആ ഒരു സർക്കിളിന്റെ അകത്ത് കയറാൻ പറ്റാതെ പോകും അല്ലേ? ഇവിടെ ആകുമ്പോ നമ്മൾ വി ബിലോങ് ഹിയർ എന്നൊരു ഫീലിംഗ് ഉണ്ട് അല്ലേ? ഇവിടെ കാരണം കുറെ വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ മിക്സ്ഡ് ആയിട്ട്. അപ്പൊ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം കാണുന്ന സീരീസ് ആയിക്കോട്ടെ എല്ലാം ഒക്കെ കണക്റ്റഡ് ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പല കാര്യങ്ങളുണ്ടാവും. നമുക്ക് ടിവി ഷോ ഒക്കെ സിമിലർ ആയിട്ട് കാണാൻ പറ്റും. അതെ, മറ്റേത് നമുക്ക് അവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്നതായിട്ട് ഒരു ബന്ധമില്ലാത്ത അല്ലേ നമുക്ക് പിന്നെ അത് നമ്മൾ കോപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കണം അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ട് വരും. മനസ്സിലായി. അപ്പോ ഇനി ഫർദർ എഡ്യൂക്കേഷൻ ഇവിടെ തന്നെയാണോ ആഗ്രഹം, UK-ൽ? അതോ ഇവിടെ തന്നെ ആയിരിക്കും? ഇവിടെ തന്നെയാണ് താല്പര്യം. ഓക്കെ. എന്താണ് ഫ്യൂച്ചറിലേക്ക് ഇപ്പൊ പഠിച്ച് എന്താകണം എന്നെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഗോൾസ്? എനിക്ക് ഫ്യൂച്ചറിൽ ജോബായിട്ട് എനിക്ക് ഒന്നെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണ് എന്റെ ഫസ്റ്റ് ചോയ്സ്. ഈ കാർസിനൊക്കെ എനിക്കൊരു ഫാസിനേഷൻ ഉണ്ട്. അപ്പൊ അതിലോട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ. സോ അപ്പൊ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. അതൊക്കെ ആയി ഒരു കാലത്ത് നമുക്ക് കാണുമ്പോ എഞ്ചിനീയർ ആയി എന്ന് നമ്മൾ അറിയട്ടെ. സോ എന്തായാലും ജയറാം, താങ്ക് യു നമ്മുടെ കൂടെ വന്നിരുന്ന് കുറച്ചേറെ ഷെയർ ചെയ്തതിനും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളിൽ ഇടുക. സോ വീണ്ടും അടിപൊളി വീഡിയോസായിട്ട് വരാം. ലെറ്റ്സ് ടൈം.